ഗാന്ധിയുടെ അർത്ഥങ്ങൾ, ഗാന്ധിയുടെ ജീവിതം, ഗാന്ധിയുടെ ദർശനം, ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവർത്തനം, ഇതിൻ്റെ അർത്ഥങ്ങളെ തേടുന്ന പലതരം പ്രവർത്തനങ്ങളും ഇന്നും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ അത് വളരെ പലതരത്തിൽ സജീവമായി നടക്കുന്നുണ്ട്. ഗാന്ധി ഉപേക്ഷിക്കപ്പെട്ടു, ഗാന്ധിക്ക് ഇനി പ്രസക്തിയില്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വാദങ്ങൾ നിൽക്കുമ്പോഴും ഓരോ നിമിഷം എന്ന പോലെ ഗാന്ധി തന്നെ അനുനിമിഷം രൂപപ്പെട്ട് വന്നതുപോലെ ഓരോ നിമിഷങ്ങളിലും ഗാന്ധി നമ്മളുടെ ചിന്തയിൽ അല്ലെങ്കിൽ നമ്മുടെ ആലോചനകളിൽ വീണ്ടും വീണ്ടും കടന്നു വരികയാണ്. ഇപ്പോൾ ഈ ഒരു ഷോയിൽ നമ്മൾ കാണുന്നത് ഗാന്ധി അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ എന്ന് തന്നെ പറയാം, പ്രത്യേകിച്ചും നവഖാലിയിലൊക്കെ നടത്തിയിട്ടുള്ള യാത്ര, ബീഹാറിൽ നടത്തിയിട്ടുള്ള യാത്ര, കൽക്കത്തയിൽ നടത്തിയിട്ടുള്ള യാത്ര, തിരിച്ച് ഡൽഹിയിൽ അദ്ദേഹം വരുന്നത് വരെയുള്ള യാത്രയുടെ പലതരം നിമിഷങ്ങളെ, പലതരം അനുഭവങ്ങളെയാണ് ഈ ഫോട്ടോഗ്രാഫുകളും ഇൻസ്റ്റലേഷനും ഓഡിയോ വീഡിയോ ഇൻസ്റ്റലേഷൻസിലൂടെയൊക്കെ നമ്മൾ കാണുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നത്, ചരിത്ര പുസ്തകത്തിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ ഷോയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നവഖലിയിൽ പിന്നീട് ഒരിക്കലും ഇതുവരെയും നമ്മൾ സംസാരിക്കുന്ന ഈ സമയം വരെയും വർഗീയ കലാപങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗാന്ധിയൻ മോഡൽ എങ്ങനെയാണ് വിജയിച്ചത്, ഗാന്ധി ഒരു പരാജയപ്പെട്ട മോഡലാണ് എന്ന് പറയുന്നവർക്ക് വീണ്ടും വലിയ തോതിൽ കമ്മ്യൂണലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നവഖാലി എങ്ങനെയാണ് ഒരു മോഡലായി ഇന്നും നിലനിൽക്കുന്നത്. ആ സ്ഥലം ബംഗ്ലാദേശിലാണ്. അപ്പോൾ ഗാന്ധിയുടെ ഒരു എൻ്റെ ജീവിതവും എൻ്റെ സന്ദേശവും ഒന്ന് തന്നെ എന്ന് പറഞ്ഞ അനുഭവത്തിൻ്റെ പലതരം അടരുകളെയാണ് നാം ഈ ഷോയിൽ കാണുന്നത്. അത് പി എൻ ഗോപീഷ്ണൻ്റെ കവിതയിലൂടെ ആയാലും, സുധീഷ് എഴുവത്തിൻ്റെ ഫോട്ടോഗ്രാഫിലൂടെ ആയാലും, മുരളി ചീരൂത്തിൻ്റെ ക്യൂറേഷനിലായാലും, ക്യൂററ്റോറിയൽ അറ്റംപ്റ്റിലായാലും ഒക്കെ നമ്മൾ കാണുന്നത് ഗാന്ധിയുടെ ഒരർത്ഥത്തെ, അതായത് അത് പഴയ ഗാന്ധിയിൽ തന്നെയുള്ളത്, പുതിയൊരു ഗാന്ധിയെ നമ്മൾ കണ്ടെത്തില്ല. ഗാന്ധി ആ കാലത്ത് ഈ അർത്ഥങ്ങളെ നമുക്കിടയിൽ എങ്ങനെയാണ് പ്രവർത്തിച്ച്, അതുകൊണ്ടാണ് ഗാന്ധി നവഖാലിയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ബീഹാറിൽ ചെല്ലുമ്പോൾ ഞാനിനി നഗ്നപാതനായിട്ടാണ് നടക്കാൻ പോകുന്നത് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് അങ്ങേയറ്റം ആവശ്യമായ, ഗോപീഷ്ണൻ്റെ പുസ്തകത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം നമുക്കിത് വളരെ ഒരു മികച്ച അനുഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു ഇന്ത്യൻ യാഥാർത്ഥ്യത്തിൻ്റെ അനുഭവ തലങ്ങളെ നമ്മളിവിടെ കാണുകയാണ്. അപ്പോൾ താക്കൂർബായിയെ പോലെ ഒരാളെ, നമ്മുടെ ചരിത്രത്തിൽ എവിടെയും നമ്മൾ കേട്ടിട്ടില്ലാത്ത താക്കൂർബായി എന്ന് പറയുന്ന ഒരാളെ എങ്ങനെയാണ് നവഖാലിയിൽ ആ കാലത്ത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചത്. ഗാന്ധി പോലും താക്കൂർബായി ആണ് എൻ്റെ മാതൃക എന്ന് പറയുന്ന തരത്തിലേക്ക് വളർന്ന ഒരു വലിയ മനുഷ്യൻ്റെ, മനുഷ്യസ്നേഹിയുടെ കഥ. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ നമ്മളിവിടെ കാണുകയാണ്, നമ്മളിവിടെ അനുഭവിക്കുന്നു, നമ്മളിത് മനസ്സിലാക്കുന്നു. എനിക്ക് തോന്നുന്നത് ദർബാർ ഹാൾ പോലെ ഒരു സ്ഥലത്ത് നമ്മൾ ഈ എക്സിബിഷൻ നടത്തുമ്പോൾ ധാരാളം ആളുകൾ വരികയും കാണുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ വാസ്തവത്തിൽ ഈ നവഖാലിയുടെ ആ ചരിത്രം അറിയാത്ത പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ, സ്കൂളുകളിലൊക്കെ നമ്മൾ ഗാന്ധി ജയന്തിയോ ഗാന്ധി മരിച്ച ദിവസമോ ഓർക്കുന്ന സമയത്ത് നടത്തേണ്ട ഒരു എക്സിബിഷനും അല്ലെങ്കിൽ ഒരു ഷോയും അതിൻ്റെ ഭാഗമായി ഈ എല്ലാ തലമുറകളും, പുതിയ തലമുറ എന്ന് മാത്രം പറയുന്നതിൽ അർത്ഥമില്ല. കാരണം കമ്മ്യൂണലിസം എന്ന് പറയുന്നത്, വർഗീയത എന്ന് പറയുന്നത്, ഒരുതരം മതാന്ധത എന്ന് പറയുന്നത് എങ്ങനെയാണ് ഗാന്ധിയുടെ കാലത്തിൽ നിന്ന് ഇത്ര കാലം കഴിയുമ്പോഴും നമുക്കിടയിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മെ നിരന്തരമായി ഓർമ്മിപ്പിക്കാനും നമ്മെ ഒരു ആത്മവിചാരണയിലേക്ക് തന്നെ നയിക്കാനും ഉതകുന്ന ഒരു ഷോയാണിത്. ഈ ഷോയുടെ പിന്നിൽ പ്രവർത്തിച്ച, അല്ലെങ്കിൽ ഈ ഷോയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. അതിനർത്ഥം നാം ഇന്നത്തെ കാലത്തെ ഒരു ഇന്ത്യൻ ജീവിതത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് നാം നല്ല മനുഷ്യരാണോ അല്ലെങ്കിൽ നാം നല്ല മനുഷ്യരായി തീരുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ഉരകല്ലാണ് ഈ ഷോ എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു.